അകത്തേത്തറ പഞ്ചായത്ത് വലിയ രീതിയിൽ തന്നെ റിസൾട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 38 വർഷമായി ഇടതുകുത്തക ഭരണമുള്ള അകത്തേത്തറ പഞ്ചായത്ത്, പാലക്കാട്ടെ പ്രധാനപ്പെട്ട പഞ്ചായത്ത്, പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന പഞ്ചായത്ത് NDA ഇതാ അധികാരത്തിലേക്ക് കയറാൻ പോകുന്നു. ആകെയുള്ള 19 സീറ്റിൽ 10 സീറ്റുകളും സ്വന്തമാക്കി NDA BJP ഇതാ അധികാരത്തിലേക്ക് വരുന്നു. അകത്തേത്തറ പഞ്ചായത്തിൽ ഒരു കൃത്യമായ മെജോറിറ്റി NDAക്ക് കിട്ടുന്നു. 8 സീറ്റുകളിലേക്ക് CPM ഒതുങ്ങുന്നു. ഒരു സീറ്റിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് UDF. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, തിരുമല അനിലേട്ടന്റെ ആ ഒരു വിയോഗമൊക്കെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ അവിടെ പാഞ്ഞെത്തുകയായിരുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി. സ്വന്തം വാർഡിൽ കാണാൻ കിട്ടാതിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ, എടുത്തു പറയണം, സ്വന്തം വാർഡിലുള്ള ജനങ്ങൾക്ക് കാണാൻ കിട്ടാതിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ വലിയ രീതിയിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ട് അവിടെയൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ജില്ലാ സെക്രട്ടറി പാഞ്ഞിറങ്ങി ആശുപത്രിയിലും അവിടെയൊക്കെ വലിയ തോതിലുള്ള കുപ്രചരണം നടന്നു. കൂടി കിട്ടിയാൽ വ്യക്തമാവും, കൃത്യമാവും ഒരു മരണം എത്രത്തോളം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്ന CPM-ന് കിട്ടിയ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തിരുമല അനിലേട്ടന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മോശകരമായ രീതിയിൽ രാഷ്ട്രീയം കളിച്ച CPM-ന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തിരുമലയിൽ 33 NDA 33 സീറ്റിൽ മുന്നിൽ, LDF 19, UDF 14. ഒരു മിനിറ്റ്, ഈ കൊല്ലം കോർപ്പറേഷൻ എന്താ സംഭവിക്കുന്നത്? കൊല്ലം കോർപ്പറേഷനിൽ വീണ്ടും BJPക്ക് ജയം. അവിടെ കല്ലുംതാഴം ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥി മോൻസി ദാസ് വിജയിച്ചിരിക്കുകയാണ്. 120 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. തൃപ്പൂണിത്തറയിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരിക്കുകയാണ്. NDA 20, LDF 19, UDF 12. അത് ഇന്ത്യ സഖ്യം അവിടെ വരും. മുൻ ഡെപ്യൂട്ടി മേയർ വിജയ ഫ്രാൻസിസിനെയാണ് കൊല്ലത്ത് തോൽപ്പിച്ചത്. NDA 34ലേക്ക് ഉയരുന്നു. തിരുവനന്തപുരം നഗരസഭയിലെ ചിത്രം മാറുകയാണോ? വിളപ്പിൽ പഞ്ചായത്തിൽ അലക്കുന്നം വാർഡിൽ BJPയുടെ NDA സ്ഥാനാർത്ഥി CS വിജയകുമാർ ഗംഭീരമായ വിജയം നേടി സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. സംഭവിക്കുന്നത് മനോജ്, കൊല്ലത്ത് എന്താ പെട്ടി പൊട്ടിക്കും തോറും താമര വിരിയാണല്ലോ. കൊല്ലത്ത് വീണ്ടും 2 സീറ്റുകൾ കൂടെയാണ് ഇപ്പോൾ BJP നേടിയിട്ടുള്ളത്. 6 സീറ്റുകളിൽ നിന്നും ഇപ്പോൾ 8 സീറ്റുകൾ നേടിയിരിക്കുകയാണ്. ഈ കോർപ്പറേഷൻ കല്ലുംതാഴം ഡിവിഷനിൽ മോൻസി ദാസ് LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു. മുൻ ഡെപ്യൂട്ടി മേയറെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. മുൻ മേയർ അടക്കം പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. LDFന് കനത്ത തിരിച്ചടി തന്നെയാണ് പല ഡിവിഷനുകളിലും നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇനി എന്തായാലും വളരെ മുന്നേറ്റം തന്നെയാണ് NDAയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ മാത്രമല്ല, പഞ്ചായത്തുകളിലടക്കം ചിറക്കര പഞ്ചായത്തിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു. അതോടൊപ്പം തന്നെ ഓച്ചിറയിലും വിവിധ പഞ്ചായത്തുകളിൽ BJPക്ക് സീറ്റുകൾ ലഭിക്കുന്നു. പല പഞ്ചായത്തിലും, തൊടിയൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ അക്കൗണ്ട് തുറക്കുന്നു. ഒരു ബ്ലോക്ക് ഡിവിഷനിൽ വിജയം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിലെ കാട്ടുകൊള്ളയുടെ നേതൃത്വം നയിച്ച പത്മകുമാറിന്റെ വാർഡിൽ BJPക്ക് ഗംഭീര വിജയം. സ്വർണ്ണ കവർച്ചയിൽ ജയിലിലായ CPM നേതാവ്, പരമോന്നതനായ CPM-ന്റെ നേതാവ് പത്മകുമാറിന്റെ വാർഡിൽ BJP ജയം. ആറന്മുള പഞ്ചായത്ത് 7ാം വാർഡിലാണ് BJP ജയിച്ചിരിക്കുന്നത്. അമ്പലമുക്ക് വാർഡ് കൂടി BJPയുടെ പക്കലിലേക്ക് വരികയാണ്. പ്രദീപ്, അക്ഷരാർത്ഥത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണോ പോകുന്നത്? ഫോട്ടോ ഫിനിഷ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഇനി എവിടെയൊക്കെയാണ് എണ്ണുന്നതെന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. നിലവിലുള്ള സീറ്റുകൾക്ക് പുറമെ എന്തായാലും ഏറ്റവും കുറഞ്ഞത് 1/2 ഡസൻ സീറ്റുകൾ CPM-ൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് ഇതിനകം വ്യക്തമാണ്. കാര്യവട്ടം SS സന്ധ്യാറാണി BJP വിജയിച്ചിരിക്കുന്നു. അമ്പലമുക്ക് വാർഡിന്റെ കുമാരി ജയന്ത് പ്രജിത്തിനൊപ്പം ഉണ്ട്. പ്രജിത്ത് ആഘോഷ തിമിർപ്പിലാന്ന് തോന്നുന്നു. പ്രജിത്ത് കേൾക്കാമെങ്കിൽ NDA ലീഡ് ഉയർത്തുന്നു. പ്രജിത്ത്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സന്ധ്യാറാണി കാര്യവട്ടത്ത് വിജയിച്ചിരിക്കുന്നു. അമ്പലമുക്ക് വാർഡ് വിജയിച്ച കുമാരി ജയന്തി. പ്രജിത്ത്, സന്തോഷം. നമ്മളെ നാട് നമ്മളെ സ്വീകരിച്ചു എന്നുള്ളതാ, അത്രേ ഉള്ളൂ. അവരെല്ലാവർക്കും നന്ദി, എല്ലാ നാട്ടുകാർക്കും നന്ദി. കോർപ്പറേഷൻ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മളെ വിജയം നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ആദ്യമേ മനസ്സിലുണ്ടായിരുന്നു. അത്രമാത്രം നമ്മളെ പ്രവർത്തകരും പണിയെടുത്തു. നല്ലൊരു വിജയമാണ്.
എല്ലാവരും അതിയായ ആഘോഷത്തിലാണ്. പ്രദീപ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ, ഈ കടകംപള്ളി വാർഡിൽ ആ പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. എന്തായാലും കടകംപള്ളി വാർഡിലും ഇപ്പോൾ BJPയുടെ തേരോട്ടമാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. പൊളിറ്റിക്കലി വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രജിത്ത്. NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ജയ രാജീവ് ലീഡിംഗ് ആണ് എന്നുള്ളതാണ്. കൊടുവനാൽ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മഞ്ജു ദിലീപ് വിജയിച്ചിരിക്കുകയാണ്. 3ാം തവണ ഹാട്രിക് വിജയമാണ് മഞ്ജു നടത്തിയിരിക്കുന്നത്. ഈ കൊടുവനാൽ പഞ്ചായത്തിലെ തന്നെ വാർഡ് 8-ൽ NDA സ്ഥാനാർത്ഥി സ്മിത വിനോദ് വിജയിച്ചിട്ടുണ്ട്. കൊടുവനാൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 NDA സ്ഥാനാർത്ഥി ഹരിത അനിൽകുമാർ വിജയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇത് തൃപ്പൂണിത്തുറയിലെ സുപ്രധാന വിവരം ഏറ്റവും ഒടുവിൽ എത്തുമ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിരിക്കുന്നു NDA. തൃപ്പൂണിത്തുറയിൽ NDA അവിടെ ഇന്ത്യ സഖ്യത്തിന് ഒരു സാഹചര്യം ഒരുക്കുകയാണ്. അല്ല, ഇതൊന്ന് ആലോചിച്ച് നോക്കണേ. ഇത് വാളയാർ കഴിഞ്ഞ ഇവരൊക്കെ ഒന്നാ, പക്ഷെ ഇവിടെ വന്നിട്ട് ഇനിയിപ്പോ എന്താ പറയാൻ പോകുന്നത്, ഞങ്ങൾ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി വേറെ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നാകേണ്ടി വന്നു എന്നൊക്കെ പറയും. പുതിയ ലീഡ് നില തിരുവനന്തപുരം നഗരസഭ NDA 35, LDF 20, UDF 15, മറ്റുള്ളവർ 1. ശ്യാമിതിൽ ശ്രദ്ധിക്കേണ്ടത് ഇനിയും അധികം 57-71 സീറ്റിന്റെ 71 വാർഡിന്റെ മാത്രമാണ് ഇപ്പോൾ ഫലസൂചന വന്നിരിക്കുന്നത്. ഇനി ബാക്കി 31 സീറ്റിന്റെ ഇനി വരാനുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കടകംപള്ളി വാർഡ് അതാണ് പ്രജിത്ത് സൂചിപ്പിച്ചത്. BJP ലീഡ് ചെയ്യുന്നു. ആ സ്ഥലപ്പേര് പറഞ്ഞാൽ തന്നെ അറിയില്ലേ എന്ന് ചോദിച്ച് നിർത്തുകയായിരുന്നു പ്രജിത്ത്. അറിയാത്തവരുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ വാർഡാണ്. അല്ല, അതും ശബരിമല സംഘടിത കൊള്ളയായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം പത്മകുമാർ കഴിഞ്ഞാൽ അടുത്ത പോക്ക് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണെന്ന് വ്യക്തമായി തന്നെ അറിയായിരുന്നു. എന്തുകൊണ്ടാണ് പോവാത്തത് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എങ്കിലും പത്മകുമാറിന്റെ വാർഡിൽ BJP വാർഡിൽ RC ബീന തത്സമയം ചേരുകയാണ് പ്രജിത് മോഹനൊപ്പം. പ്രജിത്ത് തുടരാം. RC ബീനയുടെ പ്രതികരണത്തിലേക്ക് നെടുങ്കാട് വാർഡിൽ നിന്ന്. RC ബീന 2ാം അംഗത്തിൽ വീണ്ടും വിജയം ചെയ്തിരിക്കുകയാണ്. വാർഡ് ഏതായാലും വികസനത്തിന്റെ വിജയം. തിരുവനന്തപുരം നഗരസഭ BJP വരിക്കും. സകല വാർഡുകളും തൂത്തുവാരിക്കൊണ്ടിരിക്കുകയാണ്. CPMന്റെ സകല സിറ്റിംഗ് വാർഡുകളും സിറ്റിംഗ്. കാരണം ജനങ്ങൾ അത്ര മടുത്ത് വികസനം മാത്രമാണ് ഇപ്പം ജനങ്ങൾ നോക്കിയിരിക്കുന്നത്. ആ വികസനം നമ്മൾ കാണിച്ചു കൊടുക്കും, നരേന്ദ്രമോദി കാണിച്ചു കൊടുക്കും. കടകംപള്ളിയിലും BJP ആണ് ലീഡിംഗ്. എന്ത് വേണം? ബീന ചേച്ചി ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ബീന ചേച്ചി നേരത്തെ ആറ്റുകാൽ കൗൺസിലറായിരുന്നു. അതിനുശേഷം RC ബീനെ അമ്പലത്തറ വാർഡിലാണ് കൊണ്ടിട്ടത്. പക്ഷെ അമ്പലത്തറ വാർഡിൽ BJPക്ക് ഒരു സാധ്യതയില്ലാത്ത ആ വാർഡിൽ വിരലിലെണ്ണാവുന്ന വോട്ടിനാണ് പരാജയം സംഭവിച്ചത്. അപ്പൊ ഒരു ഫൈറ്റർ കൂടിയാണ്. ശോഭാ സുരേന്ദ്രനൊക്കെ പോലെ ഒരു ഫൈറ്ററാണ് BJP. നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കൊണ്ടുവന്നത് നെടുങ്കാട് കരമരാജിത്ത് പിടിച്ചെടുത്ത ആ ദീപശിഖ കെടാതെ സൂക്ഷിക്കുന്നു. തീർച്ചയായും അത് അതുപോലെ നിലനിർത്തിയിരിക്കുകയാണ്. 35 ഇടങ്ങളിൽ BJPയുടെ തേരോട്ടമാണ്. തിരുവനന്തപുരം നഗരസഭയിൽ, കോർപ്പറേഷനിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അനന്തപുരിയിൽ താമര വിരിയുമോ? കേരള ചരിത്രത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ ഭരണത്തിലേക്ക് BJP കടക്കുമോ?